നമുക്ക് ഇമേജ് ഫോർമേഷൻ കാണിക്കാൻ വേണ്ടി ഒരു പോയിന്റിൽ നിന്ന് മിനിമം 2 റേസ് വേണം. ആ ഒരു പോയിന്റിൽ നിന്ന് മിനിമം 2 റേസ് നമുക്ക് വേണം. പക്ഷെ 3 സ്റ്റാൻഡേർഡ് റേസ് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടാവും. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 4 സ്റ്റാൻഡേർഡ് റേസ് കാണിച്ചിട്ടുണ്ട്. 1, 2, 3, 4 സ്റ്റാൻഡേർഡ് റേസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചിട്ടുണ്ട്. ആ ഒരു റേ ഞാൻ പറയാം. നമ്മള് പ്രധാനമായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു റേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ a ray parallel to the principal axis. A ray parallel to the principal axis. എന്ത് സംഭവിക്കും ഈ റേക്ക്? After reflection, the ray will pass through focus. ഇതൊന്ന് ഓർത്തിരിക്കണം. ഇതൊന്ന് വരച്ചിട്ടോ. എന്താ വേണമെങ്കിൽ എഴുതി കിട്ടും. ഇതാണ് ഒരു റേ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു റേ. ആ റേയുടെ പ്രത്യേകത എന്താ? A ray of light parallel to the principal axis of a concave mirror after reflection passes through the focus. കോൺകേവ് മിററിന്റെ കാര്യമായിട്ടോ ഞാൻ പറയണേ, കോൺവെക്സ് മിററിന്റെ കാര്യമല്ല. കോൺവെക്സിന്റെ കാര്യം നമുക്ക് പിന്നെ പഠിക്കാം. ഇപ്പൊ കോൺകേവ് മാത്രം നമ്മൾ എടുക്കുന്നത്. ഈ കോൺകേവ് മിററിലെ ഒരു റേ പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ പോകും? ഇതിലെ പോകും, ഫോക്കസിലൂടെ പോകും. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റേ പാരലൽ ടു ദ റേ ഓഫ് ലൈറ്റ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ഓഫ് എ കോൺകേവ് മിറർ ആഫ്റ്റർ റിഫ്ലക്ഷൻ പാസസ് ത്രൂ ദ ഫോക്കസ്. ഈ ഫോക്കസ് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ ഫോക്കസ് ആണ്. എഴുതിയായിരുന്നോ? ഇനി ഇതും വേറൊരു റേ കൺസിഡർ ചെയ്യും. ഇത് ബി ആണെന്നിരിക്കട്ടെ, ഇത് എഫ്, സി. ഒരു കാര്യം അറിയാലോ അല്ലേ? പി എഫിന് ഒരു പേരുണ്ട്. എന്താ? ഓക്കെ. പി സിക്ക് ഒരു പേരുണ്ട്. എന്താ? ഓക്കെ. ഈ പി എഫും പി സിയും തമ്മിലുള്ള ബന്ധം, അതായത് ഫോക്കൽ ലെങ്ത്തും റേഡിയസ് ഓഫ് കർവേച്ചറും തമ്മിലുള്ള റിലേഷൻ എന്താ? അപ്പൊ വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയസ് ഓഫ് കർവേച്ചർ ഈസ് ടോയ്സ് ഓഫ് ഫോക്കൽ ലെങ്ത് അല്ലേ? ഇനി രണ്ടാമത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന റേ ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടി കൺസിഡർ ചെയ്യുന്ന മറ്റൊരു റേ ഇതാണ്. Passes through the focus. A ray of light passes through the focus of a concave mirror. ഇങ്ങനെ ഫോക്കസിലൂടെ ഒരു റേ വരുവാണെങ്കിൽ ഈ റേക്ക് എന്ത് വരും? ഇതും തിരിച്ചു പോകും. ഇത് തിരിച്ചു പോകുമ്പോ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് തിരിച്ചു പോകും കേട്ടോ. ഈ പാരലൽ ആയിട്ട് വന്ന റേ ഫോക്കസിലൂടെ പോകും. അങ്ങനെയാണെങ്കിൽ ഫോക്കസിലൂടെ വന്ന റേ പാരലായിട്ട് പോകും. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് പോകും. അപ്പൊ ഈ പടം ഈ നിങ്ങളൊന്ന് വരച്ചേ. വരച്ചോ? സ്റ്റേറ്റ്മെന്റ് നീ തന്നെ ഒന്ന് പറഞ്ഞേ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയിരിക്കണ വേണം ഞാൻ വായിക്കാം. എ റേ പാസിംഗ് ത്രൂ ദ പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺകേവ് മിറർ ആഫ്റ്റർ റിഫ്ലക്ഷൻ വിൽ എമർജ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. ഞാൻ കോൺകേവ് മിററിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്, കോൺവെക്സ് മിററിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. മൂന്നാമത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന റേ അതേതായിരിക്കും? ഗസ് ചെയ്യാമോ? ഓക്കെ, നമ്മള് മൂന്നാമതായിട്ട് കൺസിഡർ ചെയ്യുന്ന റേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ റേ വിച്ച് പാസസ് ത്രൂ ദ സെന്റർ ഓഫ് കർവേച്ചർ. സെന്റർ ഓഫ് കർവേച്ചറിലൂടെ ഒരു റേ ഇങ്ങ് വരുന്നിട്ട് ഒരു ഇൻസിഡന്റ് റേ ഈ സെന്റർ ഓഫ് കർവേച്ചറിലൂടെ ഇങ്ങ് വന്നിട്ട് മിററെ തട്ടുന്നു.
ദിസ് റേ പാസസ് ത്രൂ ദ സെന്റർ ഓഫ് കർവേച്ചർ. എന്നിട്ട് ഇവിടെ വന്ന് തട്ടുന്നു. ഈ റേക്ക് എന്ത് പറ്റും? അത് തിരിച്ചു പോകും അല്ലേ? ഇത് തിരിച്ചു പോകുമ്പോ എങ്ങനെ പോകും? ഇത് തിരിച്ചു പോകുമ്പോൾ വന്ന വഴിക്കേ പോകും. അത് ഇവിടെ നിന്ന് വന്നിട്ട് ആ വന്ന വഴിക്ക് തന്നെ തിരിച്ചു പോകും. A ray passing through the center of curvature of a concave mirror after reflection retraces its path. നിങ്ങളുടെ ബുക്കിൽ എഴുതിയിരിക്കുന്ന സെന്റൻസ് വായിക്കുകയാണെങ്കിൽ a ray passing through the center of curvature of a concave mirror is reflected back along the same path. അപ്പൊ ഈ 3 റേസ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഈ 3 റേസ് ആണ് നമ്മൾ റേ ഡയഗ്രം വരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഒരെണ്ണം കൂടെ ഉണ്ട്, 4 ഉണ്ട്, 4ാമത്തെ ഉണ്ട്. അത് പോളയില് വീഴുന്നതാണ്. പോളില്ലേ, ഡയറക്റ്റ് ആയിട്ട് പോളയിൽ ഒന്ന് വീഴും. അപ്പോ ഞാൻ അത് എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അതിന് ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഒക്കെ മെഷർ ചെയ്യേണ്ടി വരും. ഇതാകുമ്പോ എളുപ്പത്തിൽ കാര്യം നടക്കും. ഓക്കെ, അപ്പൊ ഈ 3 റേസ് വെരി ഇമ്പോർട്ടന്റ് ആണ്. ഈ 3 സ്റ്റാൻഡേർഡ് റേസ് ഒന്ന് ഓർത്തിരിക്കുക. എന്നിട്ട് ടെക്സ്റ്റ് ബുക്കിലുണ്ടല്ലോ, നീ ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. അതിനകത്ത് ആ 3rd പോയിന്റ് അവരെന്നെ എഴുതിയേക്കണേ. എ റേ പാസിംഗ് ത്രൂ ദ retraces its path എന്ന് എഴുതി അല്ലേ? retraces ഞാൻ പറഞ്ഞത് അങ്ങനെയാണ്. retraces കുഴപ്പമില്ല. retraces എന്ന് പറഞ്ഞാൽ വന്ന വഴിക്ക് തന്നെ തിരിച്ചു പോകുന്നു. A ray of light passing through the center of curvature of a concave mirror after reflection retraces its path. അപ്പോ ഏതൊക്കെയാ സ്റ്റാൻഡേർഡ് റേസ്? One is through the focus, other one is through the center of curvature, and one is parallel to the principal axis. ഇതിന്റെ മൂന്നിന്റെ പ്രത്യേകത മനസ്സിലായോ? എന്നാ ശരി, ഞാൻ ആ ഫസ്റ്റ് റേ ഡയഗ്രാം വരയ്ക്കാൻ പോവാം. ഇത് വേണമെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്തോ. വേണോ? വേണ്ട അല്ലേ? എഴുതി. അപ്പൊ നമ്മള് പല ഡയഗ്രാം ഉണ്ടായാലും ആദ്യത്തെ ഡയഗ്രാം വരയ്ക്കാൻ പോവാണേ. Case 1. When the object is at infinity. അപ്പോൾ ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ നമുക്ക് ഒരു പോയിന്റിൽ നിന്ന് 2 റേസ് കിട്ടും. നമുക്ക് ഒരു പോയിന്റിൽ നിന്ന് 2 റേസ് വേണം. ഞാൻ ചോദിക്കട്ടെ, ഇത് നിന്റെ കണ്ണാണെന്ന് ഇരിക്കട്ടെ. ഇത് ഇവിടെ നിന്ന് ഒരാൾ ഒബ്സർവർ നോക്കുവാണേ. ഒബ്ജക്റ്റ് ഇവിടെയാണെന്നിരിക്കട്ടെ. ഇവിടെയാണെങ്കിൽ ഈ ഒബ്ജക്റ്റിൽ നിന്ന് 2 റേസ് ഒരു പോയിന്റിൽ ഒരു പോയിന്റ് ഒബ്ജക്റ്റ് ആണ്. ഒരു പോയിന്റിൽ നിന്ന് പോയിന്റ് ഒബ്ജക്റ്റ് ആണ്. ആ പോയിന്റ് ഒബ്ജക്റ്റിൽ നിന്ന് 2 റേസ് ഇങ്ങനെ കണ്ണിലെത്തി. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാവില്ലേ? ഓക്കെ, ഈ ഒബ്ജക്റ്റ് കുറച്ച് അകലെയാന്ന് ഇവിടെയാന്ന് വെച്ചു. അങ്ങനെയാണ് എങ്കിൽ വീണ്ടും നിനക്ക് ചിന്തിക്കാൻ പറ്റുമല്ലോ, ഇവിടെ നിന്ന് ഈ കണ്ണിൽ ഇങ്ങനെ എത്തുന്ന പോലെ. ഈ ആംഗിൾ ചെറുതായിരിക്കും. ഇപ്പൊ ഈ ആംഗിൾ ഞാനിപ്പോ എത്ര പറയാ, ഇതൊരു 30 ഡിഗ്രി ഉണ്ടെങ്കിൽ ഈ ആംഗിൾ 30 ചെറുതായിരിക്കും. ഒരു 25 ഡിഗ്രി ആയിരിക്കും ചിലപ്പോ അല്ലെ? അപ്പൊ ഇതിന് കുറച്ചുകൂടെ അകലെയാണെങ്കിൽ എത്രയായിരിക്കും ആംഗിൾ? ഈ പോയിന്റ് പിന്നെ അകലെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? ഇച്ചിരൂടെ ചെറുതായിരിക്കും. 25നേക്കാളും ചെറുതായിരിക്കും. ഇത് ചിലപ്പോ ഒരു എന്താ പറയാ, ഒരു 20 ഡിഗ്രി കാണുമായിരിക്കും അല്ലെ? ഇത് കുറച്ചുകൂടെ അകലെയാണെങ്കിലോ? അങ്ങനെ ഈ പോയിന്റ് നീ ഇങ്ങനെ ചിന്തിച്ച് ആ പോയിന്റ് ഇൻഫിനിറ്റിയിലാന്ന് വെച്ചു. അപ്പൊ ആംഗിൾ എത്രയായിരിക്കും? ഇവിടെ ആകുമ്പോ 20 നീ പറഞ്ഞു, കുറച്ച് കഴിയുമ്പോൾ അത് 10 ആവും, പിന്നെ അത് 5 ആകും, പിന്നെ അത്
1 ആകും, അങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് പോകുമല്ലോ. അങ്ങനെ ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ ആ ആംഗിൾ എത്രയാണ്? 0. വെരി ഗുഡ്. 0 അല്ലേ? അല്ലേ? അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോൾ നിനക്ക് ഇൻഫിനിറ്റിയിൽ നിന്ന് റേസ് വരുവാണെങ്കിൽ ആ റേസ് തമ്മിലുള്ള ആംഗിൾ എത്രയായിരിക്കും? 0 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇപ്പൊ 2 റേസ് തമ്മിലുള്ള ആംഗിൾ 0 ഡിഗ്രി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഈ റേസ് പാരലൽ ആണെന്നല്ല അർത്ഥം. ഒരു ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു, റേസ് 2 പാരലൽ എങ്ങനെയാണ്. അപ്പൊ ആംഗിൾ തമ്മിലുള്ള റേസ് തമ്മിലുള്ള ആംഗിൾ 0 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് റേസ് പാരലൽ എന്നാണ് അർത്ഥം. എനിക്ക് ഇത്ര പറയാനുള്ളൂ. ഇൻഫിനിറ്റിയിലുള്ള ഒരു പോയിന്റിൽ നിന്ന് ലൈറ്റ് റേസ് വരുവാണെങ്കിൽ, 2 ലൈറ്റ് റേസ് വരുവാണെങ്കിൽ അവ പാരലൽ ടു ഈച്ച് അതർ ആയിരിക്കും. ദ റേസ് വിൽ ബി പാരലൽ ടു ഈച്ച് അതർ. ഓക്കെ, ആ കാര്യം നീ മനസ്സിലാക്കുക. ഏത് കാര്യം? എന്താ നീ മനസ്സിലാക്കണ്ടേ? If the object is at infinity, light rays will be parallel to each other, even though if it is coming from a single point. Okay. Not only that, these rays will be parallel to principal axis also. So, may idinnu varache. ആദ്യം നമുക്ക് പ്രിൻസിപ്പൽ ആക്സിസ് വരയ്ക്കാം. പെട്ടെന്ന് വരച്ചേ പ്രിൻസിപ്പൽ ആക്സിസ്. കേസ് 1 മാത്രം വരയ്ക്കാനുള്ള സമയം എത്തുന്നുള്ളൂ എന്ന് തോന്നുന്നു. തീരാറായി. ഇനി നമുക്ക് പിന്നെ നമ്മുടെ കോമ്പസ് എടുത്തിട്ട് ഒരു ലാർജ് റേഡിയസ് ഒക്കെ എടുത്തിട്ട് ഒരു കർവ് വരച്ച് ഇവിടെ ഇങ്ങനെ കോൺകേവ് ഉണ്ടാക്കാൻ. വരച്ചോ? ഈ പോയിന്റ് പി കൊടുക്കുക. പി, പിന്നെ ഒരു 3 സെന്റിമീറ്റർ സൗകര്യത്തിന് വേണ്ടി ഞാൻ പറയുന്നത്. നമുക്ക് എത്ര സെന്റിമീറ്റർ വേണമെങ്കിലും എടുക്കാം. ഞാൻ 3 സെന്റിമീറ്റർ ഉദ്ദേശിക്കുന്നത്. 3 സെന്റിമീറ്ററിൽ പോയിന്റ് എഫ് മാർക്ക് ചെയ്യണം. അതായത് പി എഫ് ഈസ് ഈക്വൽ ടു 3 സെന്റിമീറ്റർ. അപ്പൊ പി സി ഈസ് ഈക്വൽ ടു 6 സെന്റിമീറ്റർ ആവും. പി എഫ് 3 സെന്റിമീറ്റർ, ഒരു 3 സെന്റിമീറ്റർ എടുത്താൽ മതി. ജലദോഷം അല്ലേ? പി എഫ് 3 സെന്റിമീറ്റർ എടുത്ത് കഴിഞ്ഞാൽ ഞാൻ പി സി എത്ര 6 എടുക്കണം. എടുത്തോ? അപ്പൊ നമുക്ക് ഇതിനകത്ത് ഒബ്ജക്റ്റ് ഇവിടെ വരയ്ക്കരുത്. കാരണം ഒബ്ജക്റ്റ് വരയ്ക്കുന്നില്ല ഞാൻ. കാരണം ഒബ്ജക്റ്റ് എവിടെയാണ്? ഓക്കെ, അപ്പൊ ഞാൻ ഇവിടുന്ന് 2 റേസ് വരയ്ക്കാൻ പോവാം. ഇൻഫിനിറ്റി എന്ന് വരുന്ന 2 റേസ്. ഇൻഫിനിറ്റി എന്ന് വരുന്ന 2 റേസിന് എന്താ പ്രത്യേകത? ഇൻഫിനിറ്റിയിൽ ഒരു പോയിന്റിൽ നിന്ന് വരുന്ന 2 റേസാണ് ഞാൻ വരയ്ക്കുന്നത്. അപ്പൊ അതിന്റെ പ്രത്യേകത എന്താ? they are parallel to each other. Okay, light rays coming from one point from infinity. So ഇത് ഇൻഫിനിറ്റി എന്ന് വരുന്നതാട്ടോ. അതുകൊണ്ട് ഞാൻ വരച്ചിട്ട് പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് these rays are coming from infinity. Okay, ഇൻഫിനിറ്റി എന്ന് വരും. ഒബ്ജക്റ്റ് വരച്ചിട്ടില്ല ഞാൻ ഇൻഫിനിറ്റി എന്ന് വരാണ്. ഓക്കെ, ഈ റേസ് ഈ മിറർ തട്ടി കഴിഞ്ഞാൽ എന്ത് പറ്റും? ഫോക്കസ് ഇവിടെ റിഫ്ലക്ട് ചെയ്യും. ഓക്കെ, ദിസ് ഈസ് 1 റിഫ്ലക്ട് ചെയ്യും. അങ്ങനെ ഇത് രണ്ടാമത്തെ ഇങ്ങനെ റിഫ്ലക്ട് ചെയ്യും. ഒബ്ജക്റ്റ് നമ്മുടെ കണ്ണ് ഇൻഫിനിറ്റിയെ ഫോക്കസ് ചെയ്യും, നമുക്ക് കാണാൻ പറ്റും. ഇൻഫിനിറ്റി എന്നൊക്കെ പറയുമ്പോ നീ സണ്ണൊക്കെ ഓർത്താ മതി. സണ്ണിനെയൊക്കെ ഓർത്താ മതി. അവർ സൺ. അപ്പോ ഒത്തിരി അകലെയാന്ന് ഉദ്ദേശിച്ചുള്ളൂ. ഓക്കെ, അവിടുത്തെ ഒരു പോയിന്റിൽ നിന്ന് വരുന്ന റേസ് വന്ന് ഇവിടെ തട്ടിയിട്ട് തിരിച്ചിങ്ങനെ പോകും. അപ്പൊ ഇത് ഫോക്കസിലൂടെ കടന്നു പോകും. ഓക്കെ, അപ്പൊ നമുക്ക് ഇമേജ് കിട്ടും. എവിടെ കിട്ടും? ആഫ്റ്റർ റിഫ്ലക്ഷന് ശേഷം ഈ റേസ് ആക്ച്വലി മീറ്റ് ചെയ്യുന്നില്ലേ? അപ്പൊ നമുക്ക് അവിടെ ഒരു സ്ക്രീൻ വെക്കുവാണെങ്കിൽ നമുക്ക് ഇമേജ് അവിടെ കിട്ടും. സ്ക്രീൻ ഇല്ലെങ്കിലും ഇമേജ് അവിടെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നമ്മുടെ വെച്ച് നോക്കി നമ്മൾ നോക്കുവാണെങ്കിൽ ഇമേജ് ഇവിടെ ഉണ്ടാവും. പക്ഷെ ഈ ഇമേജ് റിയലി ഉണ്ടാകും എന്ന് പറഞ്ഞാൽ റിയലി നമുക്ക് ആക്ച്വലി വി ക്യാൻ ഒബ്റ്റെയിൻ ദിസ് ഇമേജ് ഓൺ ദ സ്ക്രീൻ. അത് ഞാൻ പഠിപ്പിച്ചില്ല.
അത് ഒപ്റ്റൈൻ സ്ക്രീനെ കിട്ടത്തില്ല അത്, പക്ഷെ ഇത് സ്ക്രീനെ കിട്ടും. ഞാൻ കോൺകേവ് മിററിന്റെ വെർച്വൽ ഇമേജ്, ഇത് റിയൽ ഇമേജ് ആണ്. ഓക്കെ, അപ്പൊ ഇത് വരയ്ക്കണമെന്ന് വരച്ചിട്ട് അതിന്റെ താഴെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇമേജ് എഴുതണം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇമേജ്. ഈ അണ്ടർ ക്യാരക്ടറിസ്റ്റിക്സ് രണ്ട് കാര്യങ്ങൾ എഴുതണം. ഒന്ന് നേച്ചർ വരണം, പിന്നെ സൈസ് വേണം. അപ്പൊ ഇമേജിന്റെ നേച്ചർ എന്നാ? റിയൽ ആണ്. റിയൽ ആയിട്ട് ഇമേജ്, റിയൽ ഇമേജ് ആണ്. സ്ക്രീനിൽ കിട്ടുന്ന ഇമേജ്, അതുകൊണ്ട് റിയൽ ആണ്. റിയൽ ഇമേജസ് ആർ ഇൻവേർട്ടഡ്. സോ നേച്ചർ യു ക്യാൻ റൈറ്റ് റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. സൈസ് ഓഫ് ഇമേജ് അല്ലേ? ചെറിയ ഇമേജ്, സണ്ണല്ലേ, സണ്ണിന്റെ ഇമേജ് ഉണ്ടാവുന്ന പോയിന്റ് പോലെ കിട്ടുള്ളൂ. സോ സൈസ് യു ക്യാൻ റൈറ്റ് ഹൈലി ഡിമിനിഷ്ഡ്. ഹൈലി ഡിമിനിഷ്ഡ് എന്ന് എഴുതിക്കും. ഹൈലി ഡിമിനിഷ്ഡ് ഇങ്ങനെ എഴുതാം. പോയിന്റ് സൈസ് എന്ന് എഴുതാം. പോയിന്റ് സൈസ് ഒരു പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുക. ഇനി ഇതിന്റെ പൊസിഷൻ എഴുതണം. പൊസിഷൻ ഓഫ് ഇമേജ്. ദിസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇമേജും പൊസിഷൻ ഓഫ് ഇമേജും രണ്ടും രണ്ടാണ്. സോ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചു കഴിഞ്ഞാൽ നേച്ചറും സൈസും എഴുതിയാൽ മതി. വേർ ഈസ് ദ ഇമേജ് ഫോം? Image is formed at a focus. So position of image is at focus, at the principal focus.